ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നാളെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കും. ഇന്ന് സ്വാഭാവികമായിട്ട് ഈ ദൃശ്യങ്ങളെല്ലാം കിട്ടിവരാൻ സമയമെടുത്ത് ഇനി അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ തെളിവുകൾ എത്ര നേരം നിലനിൽക്കുമെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പത്രസമ്മേളനത്തിൽ ആ ദൃശ്യങ്ങൾ സഹിതം നിങ്ങളുടെ മുൻപാകെ നിലനിർത്തും. DCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. പത്രസമ്മേളനത്തിൽ ആ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും. അപ്പോൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് എന്തെല്ലാമാണ് പോലീസ് ചെയ്തത്, പോലീസ് എങ്ങനെയൊക്കെയാണ് ഒരു അക്രമം ഉണ്ടാക്കുന്നത്, പിരിഞ്ഞു പോകുന്ന പ്രവർത്തകർക്കിടയിലേക്ക് വീണ്ടും ടിയർ ഗ്യാസും ഗ്രനേഡും എറിഞ്ഞ് അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഗൗരവമുള്ള വിഷയത്തിലാണ് എല്ലാ ആക്റ്റും വെച്ച് ഈ രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മളുടെ സഹപ്രവർത്തകരെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. ഇന്ന് 5 പ്രവർത്തകർ റിമാൻഡാണ്. 7 ആളുകളെ ഈ പറയുന്ന പോലെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. ആര് കൊടുക്കുന്ന ലിസ്റ്റാ? CPM കൊടുക്കുന്ന ലിസ്റ്റാണ്. അല്ലെങ്കിൽ കുറ്റ്യാടിയിൽ നിന്ന് കൃഷ്ണനുണ്ണി എന്നും അരുൺ മുയ്യോട്ടുമെന്നും പറയുന്ന 2 ചെറുപ്പക്കാരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വെച്ചു. അവസാനം അവരെ വിട്ടയക്കേണ്ടി വന്നു. പോലീസ് സ്വമേധയാണ് ഇവരെ പിടിക്കുന്നതെങ്കിൽ വിട്ടയക്കോ? പോലീസ് സ്വമേധയാ കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ വിടില്ലല്ലോ. CPMൻ്റെ ലിസ്റ്റ് അനുസരിച്ച് കുട്ടികളെ ഞങ്ങളുടെ സഹപ്രവർത്തകർ അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് പോലീസ് വേട്ടയാടൽ. ബൈജുവിനോട് ഞങ്ങൾ പറയുന്നു, ബൈജു എന്ന് പറയുന്ന SP മുൻപും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ജോയലിൻ്റെ വിഷയത്തിൽ പരാതി കൊടുത്തപ്പോൾ KS ജില്ലാ പ്രസിഡന്റ് സൂരജുണ്ട്. ജോയലിൻ്റെ വിഷയത്തിൽ പരാതി കൊടുത്തപ്പോൾ പല പോലീസുകാർ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ പരാതി ഒന്നായിട്ട് പോവില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബൈജു എഴുതി വെച്ചോ, നിലവിൽ നടത്തുന്ന തോന്നിവാസങ്ങൾ, ഈ തോന്നിവാസങ്ങൾക്ക് SP-യും ഇതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും മറുപടി പറയാതെ ഒരു ഘട്ടത്തിലും ഈ കാലം കടന്നു പോകില്ല എന്നവരെ ഉത്തരവാദിത്തത്തോടെ ഇനി അതുമേൽ എന്ത് കേസെടുത്താലും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഒരു ദിവസമല്ലല്ലോ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടങ്ങുക. അതിനിടയിൽ ശ്രീ ഷാഫി പറമ്പിൽ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് DGPക്ക് പരാതി കൊടുത്തു. ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ MP പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. ഇതെല്ലാം തങ്ങൾക്ക് വലിയ വിനയാകുമെന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടാൻ കള്ളക്കേസ് കൊടുക്കാനൊക്കെ അവർ ശ്രമിക്കുകയാണ്. അതൊന്നും ഇവിടെ നടക്കില്ല. അതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നിങ്ങൾ നോക്ക്. ശബരിമലയിലെ അയ്യൻ്റെ സ്വർണം മണിക്കൂറുകൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ചെമ്പാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ശബരിമലയിലെ അയ്യൻ്റെ സ്വർണം ചെമ്പാക്കുന്ന വിദ്യ പോലെ ഇവർ തന്നെ പ്രയോഗിച്ച ടിയർ ഗ്യാസും ഇവർ തന്നെ പ്രയോഗിച്ച ഗ്രനേഡും അതിനെ ബോംബാക്കാനുള്ള വിഫലമായ പരിശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. കള്ളക്കേസും തെമ്മാടിത്തരങ്ങളും CPMൻ്റെ പണിയാളുകളുമായിട്ട് പോകാനാണ് വടകര SP-യും DYSP-യും തയ്യാറാകുന്നത് എങ്കിൽ അതിനെ ഞങ്ങൾ എതിർത്ത് അതിനെതിരെയുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഫോറൻസിക്കും പോലീസും നടത്തിയ പരിശോധനയിൽ അവിടെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ബോംബിൻ്റെതെന്ന് സംശയിക്കപ്പെടുന്ന ചീളുകളും ഒപ്പം തന്നെ വെടിമരുന്ന് നിറച്ച നൂലുകളും ഒക്കെയാണെന്നാണ് പോലീസ് പറയുന്നത്. നോക്കൂ, അതിൽ തന്നെ വിരോധാഭാസമാണ്. ഒന്ന്, ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് അവർ പുറത്തുവിടട്ടെ. ഫോറൻസിക് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടട്ടെ. ഇനി അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. എന്താ ചണം അല്ലേ? പേരാമ്പ്രയിൽ അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചാൽ മതി. 10-ാം തീയതിക്ക് ശേഷം 2 കനത്ത മഴ പെയ്തിട്ടുണ്ട്. 2 കനത്ത മഴ പെയ്തിട്ടുണ്ട് പേരാമ്പ്രയിൽ ഉൾപ്പെടെ. ചണം നിൽക്കുമോ റോഡുമേൽ? ചണം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, വീണ്ടും ആവർത്തിക്കുകയാണ്, എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലോഷൻ അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് ഉപയോഗിച്ച ഗ്രനേഡും പോലീസ് ഉപയോഗിച്ച ടിയർ ഗ്യാസും അവരുടെ വസ്തുക്കളുമല്ലാതെ ഒന്നുമില്ല. 2, ഈ പറയുന്ന ഫോറൻസിക് എന്തെങ്കിലും ചീളുകളോ ചണമോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ഉത്തരവാദിത്തത്തോടെ ആ ഉദ്യോഗസ്ഥർ പുറത്തുവിടണം. അല്ലാണ്ട് CPMന് വേണ്ടി നേരത്തെ പറഞ്ഞ തിരക്കഥയ്ക്ക് ഒപ്പം തുള്ളുന്ന സമീപനം സ്വീകരിക്കരുത്. സ്വാഭാവികമായിട്ട് നമ്മളൊന്നും ഇതിൽ വലിയ പരിണിത പ്രജ്ഞരൊന്നുമല്ല. 10-ാം തീയതി കഴിഞ്ഞ ഒരു സംഭവം 11-ലും 12-ലും 13-ലും വാഹനങ്ങൾ നിർബാധം സഞ്ചരിച്ചെടുത്ത് 2 മഴ ഉൾപ്പെടെ പെയ്ത ഇടത്ത് ചണം കിട്ടി, മറ്റേ ഒന്നും പറയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചണം കിട്ടി, നൂല് കിട്ടി, ചീള് കിട്ടിയെന്നൊക്കെ പറയും. ഇതൊക്കെ 4-ാംകിട രാഷ്ട്രീയമാണ്. ഇതൊക്കെ പോലീസ് ഏറ്റെടുക്കരുത് എന്നാണ് ആ സേനയിലെ ഇപ്പോഴും പറയുന്നത്. സേനയിൽ വിശ്വസിക്കുന്ന, ധരിക്കുന്ന യൂണിഫോമിനോട് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരോട് സൂചിപ്പിക്കുന്നത്. മറ്റേ പണിയാളുകൾ ആ പണിയെടുക്കട്ടെ, അതിന് ഞങ്ങൾ നേരിട്ടോളാം.